ഹായ് ഡിയേഴ്സ്, ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് ക്രീമാണ് കേട്ടോ. നമ്മുടെ മുഖത്ത് ഉണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ മാറിക്കിട്ടാനും ചിലർക്ക് പ്രായത്തിനേക്കാൾ കൂടുതലായിട്ട് പ്രായം മുഖത്ത് തോന്നിക്കും. ഇപ്പോൾ ഒരു 30 വയസ്സിൽ കൂടുതലാവുമ്പോഴാണ് നമുക്ക് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്രീമാണിത്. ഇത് പതിവായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു പ്രായം കുറയ്ക്കാനും ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ കുറയ്ക്കാനും ഒക്കെ സഹായിക്കും. പിന്നെ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് നിറം വയ്ക്കാനും നല്ല യൂത്ത്ഫുൾ ആയിട്ടുള്ള ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു സ്കിന്ന് കിട്ടാനും നമ്മുടെ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പ് മാറിക്കിട്ടാനും പിമ്പിൾസ് വരാതിരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ക്രീമാണിത്. നമുക്കിത് എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കി വയ്ക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്താൽ ഒരു 2 ആഴ്ച വരെയൊക്കെ നമുക്ക് കേടുകൂടാതെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം നമുക്ക് ഈ ഒരു ക്രീം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ബദാമാണ്. ഒരു 10 ബദാമെങ്കിലും എടുക്കുക. എന്നിട്ട് ഒരു രാത്രി മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഒരു 6 മണിക്കൂർ നേരത്തേക്കെങ്കിലും ചുരുങ്ങിയത് നിങ്ങളിത് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. അപ്പം ഞാനിത് വെള്ളത്തിൽ നന്നായിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു രാത്രി മുഴുവനായിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ അരയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്കിതിൻ്റെ തൊലി കളയണം. അത് കഴിഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു ബദാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അരച്ചെടുക്കുന്നത് റോസ് വാട്ടർ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ ഇതിൽ എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നിർബന്ധമായിട്ട് നിങ്ങൾ എടുക്കണം. അപ്പോൾ മാത്രമേ നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആവശ്യത്തിനുള്ള റോസ് വാട്ടറും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ നമുക്ക് ബദാമിൻ്റെ പാല് കിട്ടും. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഒരു പ്രാവശ്യം മാത്രം നമ്മളിങ്ങനെ അരിച്ചെടുക്കുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് പാല് കിട്ടില്ല. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഫുള്ളായിട്ട് അരയാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വേസ്റ്റ് വെച്ചിട്ട് അതിലേക്ക് കുറച്ചും കൂടെ റോസ് വാട്ടർ ചേർത്തിട്ട് ഒന്നും കൂടെ അരച്ചിട്ട് പാലെടുക്കാം. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗ്ലിസറിനാണ്. അപ്പോൾ 1 ടീസ്പൂൺ അളവിൽ ഗ്ലിസറിനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ സ്കിന്ന് നല്ലതുപോലെ മോയ്സ്ചർ ചെയ്ത് വയ്ക്കാനും നമ്മുടെ ചർമ്മത്തിൻ്റെ പ്രായം കുറയ്ക്കാനും റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ കുറയ്ക്കാനും നിറം വയ്ക്കാനും ഒക്കെ സഹായിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്ലിസറിൻ ഉണ്ടെങ്കിൽ അത് 1 സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതൊന്ന് ക്രീമാക്കി എടുക്കാനായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് അലോവേരയുടെ ജെല്ലും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ദിയൂസിൻ്റെ അലോവേര ജെല്ലാണ് എടുക്കുന്നത്. ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള അലോവേര ജെല്ലും കൂടി ചേർത്ത് കൊടുക്കാം. വെറും ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടും നമുക്ക് നല്ലൊരു ക്രീം റെഡിയാക്കി എടുക്കാം. ഇത് നമ്മുടെ സ്കിന്ന് നിറം വയ്ക്കാനും പ്രായം കുറയ്ക്കാനും കറുത്ത പാടുകളൊക്കെ മാറിക്കിട്ടാനും പിമ്പിൾസ് വരാതിരിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ആൽമണ്ടിൽ തന്നെ വൈറ്റമിൻ ഇ ഒരുപാടുണ്ട്. അപ്പോൾ എൻ്റേത് ഓയിലി സ്കിന്നും കൂടെ ആയതുകൊണ്ട് രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ടാണ് ഈ ഒരു ക്രീം നമുക്ക് യൂസ് ചെയ്യേണ്ടത്. രാത്രി മുഴുവനായിട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള ക്രീമാണ്. രാവിലെ എണീക്കുമ്പോൾ മാത്രം വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത്രയും വെക്കാൻ താല്പര്യമില്ലെങ്കിൽ ചുരുങ്ങിയത് 1 മണിക്കൂർ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയുക. അപ്പോൾ ഫേസൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കിയ ശേഷം ഈ ഒരു ക്രീം നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഒന്ന് ഡ്രൈ ആയ സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആയ ശേഷം മാത്രം കിടന്നുറങ്ങുക. ഇതൊരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ക്രീമാണ്. നമുക്ക് ഇട്ടിട്ടുണ്ട് എന്ന് പോലും തോന്നില്ല. അപ്പോൾ അത്രയ്ക്കും നല്ല സൂപ്പറായിട്ട് റിസൾട്ട് തരുന്ന ഒരു ക്രീമും കൂടെയാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ദിവസം നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ഫേസിലുള്ള ആ ഒരു ഡൾനെസ്സൊക്കെ മാറിയിട്ട് സ്കിന്ന് നല്ലതുപോലെ നിറം വയ്ക്കാനും കരിവാളിപ്പും അതുപോലെ തന്നെ കറുത്ത പാടുകളൊക്കെ മാറിക്കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ്.
യുവത്വം നിലനിർത്താനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് ക്രീമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്